ഹായ് ഗൈസ്, ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. അതായത് കുറച്ച് ദിവസമല്ല, ഇന്നലെയാണ് ഇട്ടത്. ശരിക്കും വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഞാൻ അമ്മേരെ വീട്ടിൽ പോയിരുന്നു. അമ്മയെന്ന് വെച്ചാൽ അമ്മേരെ വീട്ടിൽ പോയിരുന്നു. അപ്പം അവിടെ ഇതേപോലെ ഇനി കോളേജിലോട്ട് പോണ ഒരു ചേട്ടനാണ് പഠിപ്പിച്ചത് നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. ദത്തൂട്ടൻ ദേവൂട്ടൻ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ശരിക്കും അതുകൊണ്ടാണ് ഇന്നലെയാണ് ഈ യൂട്യൂബ് ചെയ്തത്. പിന്നെ ഡാൻസ് ആദ്യത്തെ നമ്മളെ അതൊരു പാൻറ് ജീൻസും ഉടുപ്പും ഇട്ടുകൊണ്ട് ചെയ്തത് ശരിക്കും അവിടെ വെച്ച് തന്നെ എടുത്തതാണ്. അത് നല്ലപോലെ കൊള്ളാവുന്ന അമ്മയ്ക്ക് തോന്നിയോണ്ടാണ് അതെടുത്തത്. ഞാൻ ശരിക്കും കുഞ്ഞുകുട്ടിയാണ്. പിന്നെയെന്ന് ചോദിച്ചാൽ എൻ്റെ അനിയത്തിയാണോ, പിന്നെ എന്നെ ചോദിച്ചാൽ ഗുരുവായൂരപ്പന് ആരെ കാണാനാണ് ഇഷ്ടം, അങ്ങനെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ശരിക്കും കമൻ്റ് ഒന്നും അങ്ങനെ ഇടാൻ നിൽക്കണ്ട. എനിക്കത് എൻ്റെ അനിയത്തിയല്ല, ഇപ്പം അങ്ങ് വീട്ടിൽ പോയി. എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ അനിയത്തിയാണ്, എന്നാലും എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അതിങ്ങനെ ഇട്ടപ്പോൾ ക്യൂട്ടായിട്ട് തോന്നിയപ്പോൾ നമ്മൾ ഇട്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോ ഇടും. പിന്നെ നമ്മൾ ഇതിട്ടിട്ടുള്ളത് വിഷുവിനും എൻ്റെയും വാവേരെയും ഫോട്ടോ വച്ചിട്ടുള്ളതാണ്. പിന്നെ ഇട്ടിട്ടുള്ളതെന്ന് അതൊക്കെ കുറേ ദിവസം മുമ്പാണ്. മറ്റേ ആദ്യം കളിച്ച സെക്കൻഡ് കളിച്ച മറ്റേ ഇതേ ഉള്ളൂ. മറ്റേ അന്ന് പാൻറ് ഉടുപ്പ് വെച്ച് അവിടെ ഇട്ട് എടുത്തത് ഇന്നലെ എടുത്തതായിട്ടുള്ളൂ. ഇന്നലെയാണ് ശരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, മെനിഞ്ഞാന്ന്. പക്ഷെ ഇന്നലെയാണ് എൻ്റെ എല്ലാം ക്രെഡിറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പം ഇത് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റിയത് അത് മാത്രമേ ഞാൻ ഇന്നലെ എടുത്തതായിട്ട്. ഇന്നലെ എടുത്തതല്ല, മെനിഞ്ഞാന്ന് എടുത്തതാണ്. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മറ്റത് പിന്നെ വിഷുവിൻ്റെ തലേന്ന് എടുത്തതാണ്. അത് വാവേരത്. ശരിക്കും അതെടുത്തത് വാവേരെ വീട്ടിൽ വെച്ചാണ്. ഇപ്പോഴും വീട്ടിൽ പോയിരിക്കുവാണ്. മറ്റന്നാൾ വരും. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ വെക്കേഷൻ ടൈം ആയപ്പം ആദ്യം പാർക്കിൽ പോയതാണ്. അത് കുറേ മുമ്പായി, ഒരു മാസമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. കുറേ മുമ്പായിരുന്നു. എവിടെയാണെന്ന് ചോദിച്ചാൽ കൊല്ലത്തെ ചിൽഡ്രൻസ് പാർക്കിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അതാണ് നമ്മൾ മൂന്നാമത് ഇട്ടിട്ടുള്ളത്. അപ്പം എല്ലാം കൂടെ ചേർത്ത് എനിക്കെന്ന് ചോദിച്ചാൽ എനിക്ക് ലോങ് വീഡിയോ ഇടാൻ ഞാൻ കൊച്ചുകുട്ടിയാണ്, ശരിക്കും വീഡിയോ എടുക്കണം. കൊച്ചുകുട്ടി നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടാൽ മതി. ശരിക്കും അമ്മയ്ക്കും എൻ്റെ വീഡിയോ വരാൻ താല്പര്യമൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇടും. പക്ഷേ ഞാനെന്ന് ചോദിച്ചാൽ എത്ര ടൈപ്പ് ചെയ്തിട്ടും എത്ര അടിച്ച് നോക്കിയിട്ടും അട്ടൂസ് യൂട്യൂബ് ചാനൽ അടിച്ച് നോക്കിയാൽ ഞാൻ അപ്പം ഇട്ടത് എത്രയാണോ അത്ര വീഡിയോസ് ഇങ്ങനെ വന്ന് കിടക്കും. അല്ലാതെ ലോങ് വീഡിയോ, ഷോർട്സ് വീഡിയോ ഒന്നും വരില്ല. ശരിക്കും ചെറിയ വീഡിയോസ് ഉണ്ടല്ലോ, ഇപ്പം ഞാൻ ഇടണത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതൊരു ഷോർട്സ് വീഡിയോസ് ഉണ്ടല്ലോ, അത് മാത്രമേ കിടക്കുള്ളൂ. കാരണം നമ്മൾ ചിലപ്പോൾ ലോങ് വീഡിയോ, ഷോർട്സ് വീഡിയോ ഇട്ടേക്കാം. അത് ഇടയ്ക്കിടയ്ക്ക് പോകുമല്ലോ അവിടെ. അപ്പം ഞാൻ കൂടുതൽ കൊച്ചുകുട്ടിയാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ലോങ് വീഡിയോ, ഷോർട്ട് വീഡിയോ എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയൊന്നും ചോദിച്ചില്ല നമ്മൾ. അപ്പം ഇടയ്ക്ക് വെച്ചിട്ട് ഇനി അവിടെ പോകണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണമെങ്കിൽ ഞാൻ ഇനി പോകുമ്പോൾ ലോങ് വീഡിയോ എങ്ങനെയാണ് ഇരിക്കണം, ഷോർട്സ് വീഡിയോ എങ്ങനെയാണ് ഇരിക്കണേന്ന് പറയാം. അപ്പം എല്ലാം കൂടെ കൂട്ടി ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ശരിക്കും ഞാൻ
ഇതേപോലത്തെ വീഡിയോസ് ഇടണത്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോസ് ഇടണത്. ശരിക്കും ഇത് നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങണ അമ്മയും ചേട്ടനുമാണ് തുടങ്ങിയത്. അപ്പം എങ്ങനെ തുടങ്ങണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഡാൻസൊക്കെ അതിൽ നിന്ന് നോക്കി കണ്ടുപിടിച്ചതാണ്. പിന്നെ വീഡിയോ എടുക്കണമെങ്കിൽ അതിൽ വീഡിയോ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ പ്രതീക്ഷിച്ച് നോക്കണതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റൂല. യൂട്യൂബ് ചാനലിൽ ഇൻസ്റ്റ എടുത്തിട്ട് അത് ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് വീഡിയോ കിട്ടൂ. അപ്പം ബൈ, നാളെ കാണാം. ഇനി നാളെ ശരിക്കും ഞാനൊരു അമ്പലത്തിൽ പോവും. അപ്പം ഇന്ന് തന്നെ നിങ്ങൾ മാക്സിമം യൂട്യൂബ് തുറക്കാൻ ശ്രമിക്കുക. നാളെ അമ്പലത്തിൽ പോകണം. കമൻറ്റ് ഇട്ടാൽ ഞാൻ ചെയ്യാം. അമ്പലത്തിൽ പോകണം. അപ്പം എണീക്കാൻ പറ്റൂലടേ. രാത്രി ഇതേപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്തോന്നെങ്കിലും വിശേഷം വരുമ്പോൾ ഞാൻ പറയാം. ഇങ്ങനെ പറയാം. അല്ലാതെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയോണ്ട് ഇങ്ങനെ ഇടുള്ളൂ. എല്ലാത്തിൻ്റെയും കൂട്ടി ഇങ്ങനെ. അപ്പം നാളെ ഇനി രാത്രി ഇടാം. 6 മണിക്കാണ് പോണ. പൗർണമിക്കാവ് എന്നാണ് പറയണത്. എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം മാക്സിമം എല്ലാവരും നാളെ നോക്കാൻ നോക്കൂ. പിന്നെ നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. ആരെങ്കിലും ഇതേപോലെ കമൻറ്റ് ഇടണമെങ്കിൽ ഞാൻ അവരെ പേര് വായിച്ചോളാം. അതെനിക്ക് നിങ്ങളെ പേര് വായിക്കുന്നതുകൊണ്ട് എനിക്ക് അത്യാവശ്യമില്ല. പിന്നെയെന്ന് ചോദിച്ചാൽ പിന്നെ എൻ്റെ പേര് ശരിക്കും അട്ടൂന്നും വിളിക്കും. എൻ്റെ പേര് അഷ്ടമി AG. സ്കൂളിലുള്ള എല്ലാവരും അഷ്ടമി എന്നാണ് വിളിക്കണം. AG കൂട്ടി വിളിക്കില്ല. എനിക്ക് 7 വയസ്സാണ്. പിന്നെ അമ്മേനെ പറ്റി പറയണ്ടല്ലോ. അപ്പം ബൈ. നാളെ എല്ലാവരും കണ്ടു നോക്കണം. ഇതും എല്ലാവരും മാക്സിമം കണ്ടു നോക്കണം. ബൈ.